അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതം തകരാനും നിങ്ങൾ ഇത്രയും വേദനിക്കാനും കാരണമായിരുന്ന നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണെന്നാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, നോക്കാം. Next, Justice, the Magician, Queen of Swords, Death and Rebirth, Son of Wands, Ace of Swords, സിക്സ് ഓഫ് പെൻഡക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിരിക്കുന്ന 3 ഓഫ് സോർട്സ് ആണ്. അവരിപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിങ്ങിലാണ്. നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി അത്രയും നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് തരാൻ അവർ കാരണമായിരുന്നു, അതേ സിറ്റുവേഷൻസിലൂടെ അവരിപ്പോൾ കടന്നു പോവുകയാണ്. അവർക്ക് ഒന്നിലും ഹാപ്പി അല്ല. അവർ അത്രയും ഒരു ഡിപ്രസ്ഡ് ആണ്. ശരിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രയും ഹൃദയവേദന അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ചതിച്ച് നിങ്ങളെ വിട്ട് തേർഡ് പാർട്ടിയെ തേടിപ്പോയ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും അവിടെയും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ചതിക്കുന്ന വ്യക്തി അവിടെ തേർഡ് പാർട്ടിയെ പോയാലും അവിടെയും ഒരു ചതിയും വഞ്ചനയും കാണിക്കും, തീർച്ചയായിട്ടും കാണിക്കും. നിങ്ങളുടെ വ്യക്തിയുടെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യക്തി പറയുന്ന രീതിയിൽ, ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ നിൽക്കണം. എന്നാൽ തേർഡ് പാർട്ടി എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് പോലെ ആ വ്യക്തി നിൽക്കണം. തേർഡ് പാർട്ടിയാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി. അത്രയും റെസ്പെക്റ്റും ബഹുമാനവും കൊടുത്തിരുന്ന ഈ വ്യക്തിക്ക് പ്രതീക്ഷിച്ചു പോയതൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. ഇയാളുടെ തനിനിറം പുറത്തു വരാൻ തുടങ്ങി. അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവരൊരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്തതല്ല. അവർ വിചാരിച്ചിരുന്നത് ജീവിതകാലം മുഴുവൻ ആ വ്യക്തി ഇമാജിൻ ചെയ്ത രീതിയിൽ കൂടെ ഉണ്ടാക്കുന്ന കരുതിയ വ്യക്തിയാണ്. ആ തേർഡ് പാർട്ടിയുടെ ഇമാജിനേഷൻ എല്ലാം ഇപ്പോൾ തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ വളരെ സങ്കടത്തിലാണ്. നിങ്ങൾക്കുള്ള ന്യായം കിട്ടുകയാണ്. കാരണം ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത്. നല്ല കർമ്മം ചെയ്താൽ നല്ലത് കിട്ടും, മോശം കർമ്മമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് കിട്ടുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയും തരാതെ നിങ്ങളെ വെറും ഒരു പുൽക്കൊടിക്ക് സമമാക്കി നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ അവർക്കിപ്പോൾ തിരിച്ചു കിട്ടുന്നുണ്ട്. പ്രപഞ്ചശക്തി, ആ ഈശ്വരൻ അതിനുള്ള ന്യായം ചെയ്യുകയാണ് അവിടെ. പക്ഷേ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത്രയും അങ്ങനെ ഒന്നും കാണണമെന്നില്ല. അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് തോന്നാം. പക്ഷേ അവരുടെ ഉള്ളിനുള്ളിൽ അവർ നീറി പുകഞ്ഞ് ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതവിടെ മജീഷ്യൻ കാർഡും വന്നിട്ടുണ്ട്. അവരിപ്പോൾ വളരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ്സിന് വേണ്ടി. കാരണം അവർ വിചാരിച്ച ഒന്നുമല്ല നടക്കുന്നത്. അവർ വിചാരിച്ച വേറെ സ്വപ്നം കണ്ട് നിങ്ങളുടെ വ്യക്തിയായിട്ട് അത്രയും ഒരു മായാ ലോകം തന്നെ തീർത്തിരുന്ന വ്യക്തിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് നടന്നപ്പോൾ താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്സ് വേണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് ഇപ്പോൾ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കണമെന്നുണ്ട്, തുറന്ന് പല കാര്യങ്ങളും പറയണമെന്നുണ്ട്. പക്ഷെ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് അവരുടെ ഫീലിങ്സിനൊന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല, ആരോടും ഒന്നും പറയാനും കഴിയുന്നില്ല, അവർക്കത് സഹിക്കാനും കഴിയുന്നില്ല. കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തവർക്കാണ് ഒന്നും പറയാനും പറ്റില്ല, അതായത് തുപ്പാനും വയ്യ, വിഴുങ്ങാനും വയ്യ. ആ ഒരു അവസ്ഥയിലാണ് അവർക്ക് ഇരിക്കുന്നത്. പക്ഷേ അതേസമയം നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ലവ് ട്രൂ ആയിരുന്നു. പക്ഷേ ഇവിടെ ഈ വ്യക്തി തെറ്റ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിയെ അങ്ങോട്ട് എടുത്ത് പല തെറ്റുകളും ചെയ്ത വ്യക്തിക്ക് ചിലപ്പോൾ ആ വ്യക്തി അവിടെ ചെയ്യുന്ന തെറ്റുകൾ പോലും ഇവർക്കും പറയാൻ പറ്റുന്നില്ല. ഇവർ ചെയ്ത തെറ്റും ആരോടും ഒന്നും ഓപ്പൺ അപ്പ് ആകാൻ പറ്റാതെ അത്രയും ഒരു സ്ട്രെസ്ഡ് ആയിട്ട് അവരിയ്ക്കുകയാണ്. പിന്നെ ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അവർക്കുള്ള ബന്ധം ഏകദേശം ഒരു അവസാനിച്ച മട്ടാണ്. ആ വ്യക്തി നിങ്ങളോട് അതൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല, പക്ഷേ അവിടെ അവർക്ക് ഉള്ളിനുള്ളിൽ അതങ്ങനെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പഴയ ബോണ്ടും ഇഷ്ടവും ഒക്കെ നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് ഒരു എൻഡിങ് ആകുന്ന അവസ്ഥയിലാണ്. ഒട്ടും ഹാപ്പി അല്ല, സാറ്റിസ്ഫൈഡ് അല്ല. അവിടെ ന്യൂ ബിഗിനിങ്സ് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചം അതിനൊരിക്കലും അനുവദിക്കില്ല. കാരണം പ്രപഞ്ചം എപ്പോഴും സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. സോ അവിടെ ആ ഒരു ബന്ധം എൻഡായ മട്ടാണ്.
അത്രയും ഹാർട്ട് ബ്രേക്കിങ്ങിലൂടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും ആണ് അത് കടന്നു പോകുന്നത്. ഇവിടെ 7 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. 4 സൈഡിൽ നിന്നും പല കാര്യങ്ങളും അവരെ വേദനിപ്പിച്ചുകൊണ്ടും തകർത്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് പക്ഷേ അതിനെല്ലാം ചെറുത്ത് നിൽക്കാനും ഓവർകം ചെയ്യാനും ചിരിച്ചുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണെന്ന് കാണിക്കാനും വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും സക്സസ് ആകുന്നില്ല. അവർക്കെല്ലാം ഫേസ് ചെയ്യാനുള്ള ശക്തി ഉണ്ട് എന്ന് പറഞ്ഞ് അവർ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ അവർ നടക്കുന്നതായിരിക്കും. അങ്ങുമില്ല ഇങ്ങുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ആ തേർഡ് പാർട്ടിക്ക് പല കാര്യങ്ങളുടെയും വ്യക്തത കിട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് അവർ ചിന്തിച്ച് വച്ചിരുന്ന ഒന്നും അല്ല സത്യം എന്ന് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല നിങ്ങളുടെ വ്യക്തിയുടെ സത്യം എന്താണെന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം പല കാര്യങ്ങളിലും ആ വ്യക്തിയും ഇങ്ങോട്ട് മാനിപ്പുലേഷനും എന്താ പറയുക ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള സംസാരവും നടിപ്പും നാടകമാണ്. ഈ വ്യക്തിയും സെയിം ക്യാരക്ടറാണ്. അതേസമയം നിങ്ങളുടെ അടുത്ത് അത്രയും ഒരു ഡോമിനേറ്റ് നേച്ചറായിട്ട് അത്രയും ഒരു നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ മുമ്പിൽ ഭയങ്കര പോളിഷ്ഡായിട്ട് സംസാരിക്കുക, അവരെ പുകഴ്ത്തുക, അങ്ങനെയൊക്കെ ഇരുന്ന വ്യക്തിയാണ്. ഇവർ തമ്മിൽ ഭയങ്കര മാച്ചാണെന്ന് ഇവർ കരുതിയിരുന്നു. പക്ഷേ അതല്ല സത്യം. ഇപ്പോൾ ആ സത്യങ്ങളെല്ലാം ഇവർ ഈ തേർഡ് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. ഈ ബന്ധം എന്താവും ഇനി എന്താവും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ക്ലാരിറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ തകർന്നു നിൽക്കുകയാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന 6 ഓഫ് പെൻഡക്കിൾസ് ആണ്. ആ തേർഡ് പാർട്ടി കരുതിയിരുന്നത് എന്താന്ന് വെച്ചാൽ ആ വ്യക്തി കൊടുക്കുന്നതെല്ലാം ആ വ്യക്തിക്ക് അതേപടി അതേ ഒരു ത്രാസിൽ തിരിച്ചു കിട്ടുമെന്ന് കരുതിയിരുന്നെങ്കിൽ അവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് എല്ലാം നന്നായിട്ട് തന്നെ ഇരുന്നു. അവർ ഭയങ്കര ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, ഷെയറിങ്, ഹാപ്പിനെസ്, അവർ തന്നെയാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് ഈ വ്യക്തി പൊക്കി പറയുക. സോ വളരെ സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കോ ഷെയറിങ്ങോ ഇല്ല. തേർഡ് പാർട്ടി കരുതിയിരുന്നത് താൻ എന്ത് പറഞ്ഞാലും അതിനെ തലയാട്ടിക്കൊണ്ട് ഈ വ്യക്തി നിൽക്കും എന്നാണ്. ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് ന്യായം കിട്ടുന്നില്ല. ആ വ്യക്തിയെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ ആ വ്യക്തി എന്നെ ചതിച്ചു. ആ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് തേർഡ് പാർട്ടി കടന്നു പോകുന്നത്. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ കാണുന്നത് ആ വ്യക്തി നിങ്ങളുടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ആ വ്യക്തിയുടെ മെയിൻ നോട്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയുടെ ആ പണത്തിലായിരുന്നു ആ വ്യക്തിയുടെ നോട്ടം. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി തേർഡ് പാർട്ടി നേടിയെടുത്തിട്ടുണ്ട്. അത് മണി ആയിട്ടായാലും പല മെറ്റീരിയൽസ് ആയിട്ടും തേർഡ് പാർട്ടി കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് മണി തന്നെയാണ്. പക്ഷേ അവരുദ്ദേശിച്ച രീതിയിൽ അവർക്ക് കിട്ടുന്നില്ല, ഇപ്പോൾ കിട്ടുന്നില്ല. അതും ഒരു കാരണമാണ്. അവർ സ്വപ്നം കണ്ടതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. അതെല്ലാം ഇവിടെ ഫെയിലിയർ ആവുകയാണ്. അതായത് വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും സ്നേഹത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കാര്യത്തിലായാലും മണിയുടെ കാര്യത്തിലായാലും എല്ലാം ഇവിടെ അവർക്ക് ലോസാണ്. അവർ വിചാരിച്ചിരുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു എമൗണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്ന് നേടിയെടുക്കാമെന്നോ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ആ വ്യക്തി കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അത് കുറച്ചിട്ടുണ്ടാവണം. അതും ഒരു കാരണമാണ്. എല്ലാ കാര്യങ്ങളിലും അവരുടെ പ്രതീക്ഷ അവിടെ തകർന്നു പോയി. അവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, മജീഷ്യൻ വന്നിട്ടുണ്ട്, ഡെത്ത് ആൻഡ് റീബർത്ത്. അവർ നല്ലവണ്ണം ഒത്തിരി ട്രൈ ചെയ്തു ഒരു ന്യൂ ബിഗിനിങ്സ് കൊണ്ടുവരാനും നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോകണമെന്നും. അതായത് ഒരു കണക്കിന് പറഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കുക കൂടെ അവരുടെ ലക്ഷ്യമാണ്. കാരണം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവരൊട്ടും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ചിരിക്കുന്നത് കാണുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. മൊത്തത്തിൽ നിങ്ങളെ ഇറിറ്റേറ്റ് ആക്കുക, നിങ്ങളുടെ ജീവിതം തകർക്കുക, അതൊരു എയിമാണ്. പിന്നെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും നേടിയെടുക്കുക. പിന്നെ ഇനി ഇതൊന്ന് തകർന്നു പോയാൽ നിങ്ങളുടെ മുമ്പിൽ തോറ്റു പോകുമോ, നിങ്ങൾ ജയിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്ത കൂടെ ഇതിനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരെ ട്രൈ ചെയ്യാൻ വച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ നല്ലൊരു ഹാർട്ട് ബ്രേക്കിങ്ങിലും ആ ജസ്റ്റിസ് അവിടെ നടക്കുകയാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.